ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് ഞാനിത് ആദ്യം ഒരു 4 സവാള കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 4 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തു. ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളി ഒന്ന് കുറച്ച് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ വെളുത്തുള്ളി ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സോയ സോസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾ ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ട പപ്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് മാവാണ് ഇവിടെ എടുക്കുന്നത്. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും തുല്യ അളവിലാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവിത റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ അടച്ചു വെക്കുകയാണ് ഇവിടെ. ഞാനിത് അരമണിക്കൂറോളം മാവ് മൂടി വെച്ചതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ.
ആദ്യം കൗണ്ടർ ടോപ്പിലൊന്ന് പൊടി വെതിരിയ ശേഷം ഓരോന്നും പരത്തിയെടുക്കുകയാണ്. ഓരോ ചപ്പാത്തിയും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ട നേരത്തെ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ട് ഓരോ മുട്ടയും പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്നത് ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടത് പ്ലസ് പോലെ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ്. വെച്ചുകൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് മസാല ഇതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു മുട്ട വെച്ചുകൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതിൻ്റെ അരികൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓരോ പപ്സ് ഇതുപോലെ ചെയ്തെടുക്കാം. മക്കൾ ഉണ്ടാക്കാനൊക്കെ അറിയാലേ.
അങ്ങനെ മുട്ട പപ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കണം. ഞാനിത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പപ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ 2 പപ്സാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗവും കൂടി മറിച്ചിടാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഹെൽത്തി മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.